ഞാനെന്നാ ഇറങ്ങട്ടെ ചേച്ചി. പോയിട്ട് വാ. ടെൻഷൻ ഒന്നും വേണ്ട. വീട്ടിൽ പോയി കുറച്ചു ദിവസം സന്തോഷമായിട്ട് നിൽക്കും. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ ചേച്ചി. എപ്പോ വരണമെങ്കിലും ഞാൻ തിരിച്ചു വന്നോളാം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടി മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് സത്യനോട് അങ്ങോട്ട് വരാൻ ഞാൻ പറയാം. അതിനൊക്കെ സത്യേട്ടന് സമയം കിട്ടുമെന്ന് അറിയില്ല. ഞാനും പറഞ്ഞിട്ടുണ്ട്. നോക്കാന്നാ സത്യേട്ടൻ മറുപടി പറഞ്ഞു. ശരി, എന്നാ സമയം കളയണ്ട, ഇറങ്ങിക്കോ. ശരി ചേച്ചി. അച്ഛാ പോവാം. ഒരു കാര്യം, രഘുവിന്റെ അമ്പിളിയുടെയും ഫോട്ടോ ആണല്ലോ. ഇതെന്ത് പറ്റിയതാ? ഇവിടെ ആരും ഇല്ലേ? ചീരു, എന്താച്ചാ ഇതെന്താ മോളെ ഈ ഫോട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്? ഇങ്ങനെ ഇത് പൊട്ടിപ്പോയത്? അത് ലച്ചുമോള് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് കൈതട്ടി വീണതാ. കഷ്ടായി പോയല്ലോ. അല്ലെങ്കിലേ രഘു അമ്പിളിയും തമ്മിൽ ഓരോരോ പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ഇതും കൂടി ആയപ്പോ. അതെ അച്ഛ, അതിലൊന്നും കാര്യമില്ല. ഫോട്ടോ ചില്ലിട്ട് വയ്ക്കുന്നതല്ലല്ലോ ദാമ്പത്യം. അച്ഛൻ അതിങ്ങി തന്നെ. ദാ ഇവിടെ ഇരിക്കട്ടെ. അതെ, ഈ ചില്ല് പൊട്ടിയ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. ആര് സൂക്ഷിക്കുന്നച്ചാ? ഞാനത് കളയാൻ വേണ്ടി വെച്ചതാ. അമ്പിളി, നീ എന്തേ കാണിക്കുന്നത്? എന്തിനാ അത് വെളിയിൽ കൊണ്ടുവച്ചത്? അച്ഛനല്ലേ പറഞ്ഞത് ചില്ല് പൊട്ടിയ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന്? അതിന്റെ പുറത്തെ ചില്ലല്ലേ പൊട്ടിയിട്ടുള്ളൂ. അകത്തെ ചിത്രത്തിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതെ ചേച്ചി, ആ പടത്തിനും ഫ്രെയിമിനൊന്നും ഒരു കുഴപ്പമില്ല. ചേച്ചി രഘുവേട്ടനോടുള്ള ദേഷ്യം ഏതൊക്കെ രീതിയിലാ കാട്ടുന്നത്? അപ്പൊ രഘുവേട്ടൻ എന്നോട് ചെയ്യുന്നതൊക്കെ വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണോ നീ പറയുന്നത്? ഞാൻ നിലത്ത് വീണ് പൊട്ടിയ ഫോട്ടോ മാത്രമേ എടുത്ത് കളഞ്ഞുള്ളൂ. രഘുവേട്ടൻ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നെ എടുത്ത് കളഞ്ഞ് വേറൊരുത്തിയുടെ പുറകെ പോയി. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. ചേച്ചി, മോളെ, മോളി സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കി. അച്ഛനിപ്പോ വരാം. അച്ഛനെങ്ങോട്ട് പോവാ? ഞാൻ ഈ ഫോട്ടോ ഒന്ന് ചില്ലിട്ടിട്ട് വരാം. അച്ഛാ, അയ്യോ, അച്ഛനത് എടുക്കല്ലേ. പൊട്ടിയ ചില്ലുകൊണ്ട് ചിലപ്പോ കൈമുറിയും. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് ചെയ്തോളാം ചീരു. നീ ടെൻഷനാവൊന്നും വേണ്ട. കണ്ടില്ലേ മോളെ, വേറൊന്നും പറ്റിയിട്ടില്ല. ഒരു ഗ്ലാസ് ഇട്ടാ ഇത് പുതിയതുപോലെ ഇരിക്കും. മോളകത്ത് പോയി ഒരു ന്യൂസ് പേപ്പർ എടുത്തുണ്ടോ? തൽക്കാലം ഇതൊന്ന് പൊതിഞ്ഞു വെച്ചാൽ മതി അച്ഛാ. അച്ഛൻ ഇനി പുറത്തു പോകുമ്പോ ഞാൻ ഓർമ്മിച്ചെടുത്തു തരാം. അപ്പൊ കൊണ്ടുപോയി ശരിയാക്കിയാ മതി. അത് ശരിയാവില്ല മോളെ. ഈ ഫോട്ടോ തൂക്കിയ സ്ഥലം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അച്ഛൻ വേഗം പോയിട്ട് കൈയോടെ ഇത് ചെയ്തുകൊണ്ട് വരാം. പിന്നത്തേക്ക് വെച്ചാ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നു പോകും. അച്ഛൻ പുറത്ത് നല്ല വെയിലുണ്ട്, നോക്ക്. വീണ്ടും അച്ഛൻ അത്രയും ദൂരം തന്നെ നടക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല ചീരു. കുറച്ച് വെയിൽ കൊണ്ടാലും ഇത് ശരിയാക്കിയാലേ അച്ഛന് സമാധാനാവും. മോള് പോയി ന്യൂസ് പേപ്പർ എടുത്തോണ്ട് വാ. ഈ ജോലി ചെയ്യാൻ എനിക്ക് യാതൊരു കഷ്ടപ്പാടുമില്ല. എന്റെ കുഞ്ഞിനും എനിക്കും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പണം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. രഘുവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ട്. സർ, ഈ ഫയലിലൊന്ന് സൈൻ ചെയ്യണമായിരുന്നു. അതെ, നമുക്ക്
ഇവിടെ ഒരാളെ ജോലിക്ക് വെക്കാൻ വേക്കൻസി വല്ലതും ഉണ്ടോ? അതിപ്പോ എല്ലാ സെക്ഷനിലും നമുക്ക് ആവശ്യമുള്ള ജോലിക്കാരുണ്ടല്ലോ സാർ. അല്ല, നമുക്കൊരാൾക്ക് ജോലി കൊടുത്തേ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാളെ പിരിച്ചുവിടേണ്ടി വരും. അയ്യോ, അത് വേണ്ട. പെട്ടെന്ന് ആരെയും അങ്ങനെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ജോലി പോയാലേ ആരായാലും മാനസികമായിട്ട് തളർന്നു പോകും. ആ, നമ്മുടെ ഭാഗത്തുനിന്ന് ആരെങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെന്ത് ചെയ്യും? പുതിയൊരു വേക്കൻസി ഉണ്ടാക്കണം.